ഒരുവിധപ്പെട്ട ഡയറക്ടേഴ്സ് ഒക്കെ അഭിനയിക്കാൻ വരികയാണ്, അത് വലിയ ശല്യമാണ്. അൽഫോൺസ് ഉൾപ്പെടെ. അപ്പൊ അൽഫോൺസ് വാഴയിൽ അഭിനയിക്കും. അവന് വാഴ മാത്രമല്ല വേറെ കുറെ പടങ്ങൾ അഭിനയിച്ചോണ്ടിരിക്കും. അവനെ അവർക്ക് നിർത്തി ഇവന് ചാൻസ് കൊടുക്കല്ലേ എന്നും പറഞ്ഞ് കുറെ പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പാടോട് കിട്ടെ എന്ത് തേങ്ങല്ലേ. ഇപ്പൊ എന്താ പറയാ, എല്ലാവരും ഇപ്പൊ റീല് ഭയങ്കര ആക്റ്റീവ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അലി ഇപ്പൊ റീലില് ഭയങ്കര ആക്റ്റീവ്. ഇപ്പൊ ഞാൻ ആദ്യം സംസാരിച്ചത് റീലിലൊക്കെ ഉള്ള ആളല്ലേ എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. കാരണം റീൽ എന്ന് പറയുന്നത് ഇപ്പം സിനിമയുടെ ഒരു വലിയ 1.5 മണിക്കൂർ തിയേറ്ററിൽ ഇരിക്കുന്ന പരം വളരെ സെക്കൻഡ് കൊണ്ട് ആളുകൾക്ക് ഒരു കഥ മനസ്സിലാവുക, ആളുകൾക്ക് കൂടുതൽ ആളുകളിൽ എത്തുക. സ്റ്റാർസ് എന്ന് പറഞ്ഞപ്പോ സിനിമയിൽ മാത്രമല്ലോ, റീൽസിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, മാധ്യമങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് മാധ്യമങ്ങളിലും ഉണ്ട്, ഇൻക്ലൂഡിങ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലുണ്ട്, ടിവിയിലുണ്ട്. താങ്കളൊരു താരമാണല്ലോ. ഇങ്ങനെ ഉറപ്പായിട്ടും യൂട്യൂബിലാണെങ്കിൽ റീൽസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇവരുടെ റീൽസുകളുടെ വ്യൂസ് ഒരുപാടായിരിക്കും, ജെന്യുവൻ വ്യൂസ് ആയിരിക്കും. ഒത്തിരി ആൾക്കാർ ഇവരെ വ്യൂസ് കാണും, ഇവരുടെ റീൽസ് കാണും. നേരെ മറിച്ച് ഇവരുടെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഈ ഓഡിയൻസ് അവർക്ക് അവിടെ ഉണ്ടാവണമെന്നില്ല. വിജയ് സേതുപതി അല്ലെങ്കിൽ വേറൊരു ആക്ടർ, ഞാൻ ഒരാളെ പേര് പറയല്ലോ, ഒരു ആക്ടർ വളരെ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു ആക്ടർ ഒരു പക്ഷെ ഒരു റീലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ അത് റീച്ച് ആവണമെന്നില്ല. നേരെ മറിച്ച് അയാളൊരു സിനിമ ചെയ്താൽ സിനിമ കാണാൻ ഓഡിയൻസ് ഉണ്ടാവും. അതാണ് സിനിമയും ഇതും തമ്മിൽ. അതേപോലെ തന്നെ സ്റ്റേജിൽ അത്ഭുതപ്പെടുത്തുന്ന ആർട്ടിസ്റ്റുകൾ സിനിമയിൽ വന്നിട്ട് 0 ആയിട്ടുണ്ട്.